ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നും കുറച്ച് നൈറ്റി മെറ്റീരിയലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ കമ്പനിയുടെ പേരും അതിൻ്റെ പ്രൈസും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതാ നോക്കിയേ, നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ. ഇതാ നോക്കിയേ, കണ്ടോ, നേവി ബ്ലൂ ആണ് ബോഡി കളർ വരുന്നത്. അതിൻ്റെ അകത്ത് നല്ല റോസാപ്പൂക്കളാണ്, വള്ളിയിൽ കെട്ടി കെട്ടി വെച്ചിട്ടുള്ള റോസാപ്പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൾ ഓവർ ഇങ്ങനെ ഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുർത്തി അടിക്കാനോ നൈറ്റി അടിക്കാനോ ഫ്രോക്ക് അടിക്കാനോ എല്ലാത്തിനും പറ്റും കേട്ടോ. നല്ല മെറ്റീരിയലാണ്, പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കമ്പനി ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നത്, അതായത് ബോഡി കളർ നേവി ബ്ലൂ തന്നെയാണ്, യെല്ലോ ഷെയ്ഡിലാണ്, ആ ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിലാണ് ആ പൂക്കൾ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഈ പൂക്കളിൽ മാത്രമേ കളർ വ്യത്യാസമുള്ളൂ കേട്ടോ. അടുത്തതാണെന്ന് നോക്കി നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, അതായത് പൂക്കൾ ബ്ലൂ കളർ പൂവാണ്. എന്താണെന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, കണ്ടോ, അതിൻ്റെ പൂക്കൾ നല്ല പച്ച റോസയാണ് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് ഒരു കളറൂടെ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് ശരിക്കും നമ്മുടെ കുഞ്ഞു റോസാപ്പൂവിൻ്റെ കളറില്ലേ, കുഞ്ഞു റോസാപ്പൂ ഏകദേശം ഈ കളറിലല്ലേ നമുക്ക് കിട്ടുന്നത്, ആ ഒരു കളറിലാണ് അടുത്തത് വന്നിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ റോസാപ്പൂവിൻ്റെ കളറുള്ള റോസ, പിന്നെ പച്ച റോസ, പിന്നെ നീല റോസ, പിന്നെ ഒരു മഞ്ഞ റോസ, ഏറ്റവും അടിയിൽ പിങ്ക് റോസ. അപ്പോൾ ഇത്രയും റോസാപ്പൂക്കൾ അടങ്ങിയിട്ടുള്ള ഡ്രസ്സുകളും മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വില നോക്കുക. പിന്നെ നമ്മുടെ പോസ്റ്റൽ ചാർജ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ കൊറിയർ അയക്കാൻ ചെന്നപ്പോഴാണ് നമുക്ക് മിനിമത്തിൽ കുറച്ച് എമൗണ്ട് 10 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം കൊറിയർ ചാർജിൽ വരും കേട്ടോ. അടുത്തത് കുട്ടി കുട്ടി പൂക്കളുടെ റെഡ് പുള്ളി മെറ്റീരിയലാണ്. ഇതാ നോക്കി, സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു സഫയർ ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടുത്തത് അതിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതും ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ചോദിക്കണോണ്ടാണ് കേട്ടോ ഞാൻ ഇതോടെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് 320 കേട്ടോ. ആദ്യം കാണിച്ചത് 290 ആണ്, ഇത് 320 കേട്ടോ. ഇത് നല്ലൊരു ഇലക്ട്രിക് ബ്ലൂ ആണ് അടുത്ത കളർ. അങ്ങനെ 3 കളേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഇഷ്ടമായി എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന നൈറ്റി മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 ഷെയ്ഡ് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കുഞ്ഞ ഡിസൈൻ തന്നെ, ആ ഡിസൈൻ ഇച്ചിരി വലിപ്പമുണ്ട്, ഒരു പരമ്പര ഡിസൈനാണ് കേട്ടോ. കണ്ടോ, ഈ ഡിസൈൻ്റെ പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണതുകൊണ്ട് നമുക്ക് തല കുത്തി പോകുന്ന തിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, വെട്ടാൻ എളുപ്പത്തിൽ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഒരു സഫയർ ഗ്രീൻ കളറാണ് ഫസ്റ്റത്തെ കളർ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി കേട്ടോ, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ് കേട്ടോ. കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്യുർ കോട്ടൺ ആണോ എന്ന്. പ്യുർ കോട്ടൺ ആണ് കേട്ടോ, എല്ലാ ഐറ്റവും കോട്ടൺ ആണ്. അടുത്തത് ഒരു മെഹന്തി ഗ്രീൻ കളറാണ്, കണ്ടോ. എല്ലാത്തിലും അതേപോലെ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. ഡിസൈൻ എല്ലാം ഏകദേശം ഒരേ കളറാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ കളേഴ്സ് ബോഡി കളറാണ് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം, ഒരുവിധം നല്ല നല്ല കളേഴ്സ് തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നോക്കിയേ, ഇതും അടിപൊളിയല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ എന്നൊക്കെ ഉള്ളത് പറയണം കേട്ടോ. സൂപ്പർ കളേഴ്സാണ്, എല്ലാ ഐറ്റവും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞോണം ഞാൻ ലൈറ്റ് കളേഴ്സ് എടുത്തപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഡാർക്ക് കളേഴ്സ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൈറ്റി ആയിട്ടും കുർത്തിയായിട്ടൊക്കെ അടിക്കാനൊക്കെ ഏറ്റവും നല്ലത് ഡാർക്ക് കളേഴ്സൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ എല്ലാം ഞാൻ ഡാർക്ക് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളറ് നല്ല വാടാമുല്ല കളറാണ്. അപ്പോൾ കളേഴ്സൊക്കെ കണ്ടല്ലോ, കോഫി ബ്രൗൺ കളറൊക്കെ കണ്ടല്ലോ. അപ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. വാടാമുല്ല കളർ നല്ല സൂപ്പർ കളറാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. പിന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞോണം ഇതേപോലെ ഡാർക്ക് കളേഴ്സ് വന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെയിലായി പോയായിരുന്നു. എന്നിട്ട് വീണ്ടും ഇപ്പോഴും അതിന് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്ത പർച്ചേസിൽ അത് ഉൾപ്പെടുത്താൻ നോക്കിയിട്ട് എനിക്ക് ആ ഐറ്റം കിട്ടിയില്ല കേട്ടോ. അടുത്തതൊരു അജ്രക് പ്രിൻറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതാ നോക്കി, സൂപ്പർ മെറ്റീരിയലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുർത്തി അടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഓണം സമയമായതുകൊണ്ടുണ്ടല്ലോ ഇതിൻ്റെ കോട്ടൺ മെറ്റീരിയൽ ബ്ലൗസിന് വരുന്നുണ്ട്. കണ്ടോ നല്ല നല്ല ഡിസൈൻ, നല്ല ഒരു ക്ലിയർ ഡിസൈനാണ് വന്നിട്ടുള്ളത്.
അതായത് കേരള സാരിക്ക് കൂടുതലും അജ്രക് പ്രിൻറ്റിൻ്റെ ബ്ലൗസാണ് ഇത്തവണ എനിക്ക് ഷോപ്പിലേക്ക് കൂടുതൽ അതാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേരള സാരിയൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് കളർ മാച്ചിങ് ആയിട്ടുള്ള അജ്രക് പ്രിൻറ്റിൻ്റെ ബ്ലൗസൊക്കെ അടിച്ചിടുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തയ്ച്ചിട്ട്. പിന്നെ സാരിയിൽ ഇപ്പം നമ്മളൊരു കേരള സാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റി തുണി ഇതുപോലത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസും തയ്ക്കാം. ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സാരിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അടുപ്പിക്കുന്നുണ്ട്, കടയിൽ കൊണ്ടുവന്നിട്ടേ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി സുഖമാണല്ലോ, നമ്മളാണെങ്കിൽ ഈ കേരള സാരി എപ്പോഴും യൂസ് ചെയ്യണതല്ലല്ലോ. പക്ഷേ കേരള സാരിയിലേക്ക് വെക്കണതിന് മുമ്പ് കളർ ഇളകുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾ മുറിച്ച് വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കളർ ഇളകുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം സാരിയിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അജ്രക് പ്രിൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട്. ഇതാ നോക്കി, സൂപ്പർ മെറ്റീരിയലാണ്. നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. കളേഴ്സ് എനിക്ക് പറയാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ കളേഴ്സ് പറയാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ കാറ്റലോഗ് ഒന്ന് നോക്കിയാൽ മതി. കാറ്റലോഗിൽ ഈ ഐറ്റത്തിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുക. വിലയും അതിൻ്റെ കമ്പനിയുടെ പേരും സ്ക്രീനിലുണ്ട് കേട്ടോ. ഞാൻ സ്ക്രീനിലുണ്ട് എന്ന് പറയണത് എന്താണെന്നറിയോ, ഇനി പിന്നെ കുറച്ചുകൂടെ അടുത്തടുത്ത ഡിസൈൻ്റെ ഒരു ഐറ്റമാണ് ദാ വാടാമുല്ല കളറിൽ വന്നേക്കണം കേട്ടോ. ബോഡി കളർ മാറും, ബാക്കി പ്രിൻറ്റുകളൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഡബ് ചെയ്യണ സമയത്ത് സ്ക്രീനിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോന്നിൻ്റെ വിലകളൊക്കെ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്യണേ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ ഉണ്ട് എന്ന് പറയണത്. എന്താ നോക്കി, അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ബോഡി കളർ വ്യത്യാസമുണ്ട്. എന്നെങ്കിലും പ്രിൻറ്റും ഒരേ പ്രിൻ്റാണെന്നുള്ളൂ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കളറിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല കുർത്തിയൊക്കെ തയ്ക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണിത്. നല്ല സൂപ്പർ കളറാണ്. ഇതാണെന്ന് തോന്നുന്നു ഗ്രീൻ. എനിക്കങ്ങനെ കളർ ബ്ലൈൻഡ്നെസ് ആണോ എന്ന് അറിഞ്ഞൂടാ. കളറുകൾ ഇപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവണില്ല, തുണി നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിക്കുകൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ആർക്കെങ്കിലുമൊക്കെ നൈറ്റി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റങ്ങൾ. കൂടുതൽ ഐറ്റങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പർച്ചേസ് ചെയ്തവർ ഐറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്തവർ ഐറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഐറ്റമൊക്കെ ഇഷ്ടമായോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇതായി കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കാറ്റലോഗ് അയച്ചു തരാം കേട്ടോ. എല്ലാം നല്ല നല്ല കളേഴ്സും നല്ല മോഡലുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് സ്റ്റോക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും വിവരങ്ങളൊക്കെ ആയിട്ട് അടുത്തുള്ള വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. താങ്ക്